ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ മധ്യസ്ഥത വഹിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വെടിനിർത്തലിന് പിന്നിൽ ബാഹ്യസമ്മർദ്ദമില്ലെന്ന് ലോക്സഭയിലെ പ്രത്യേക ചർച്ചയിൽ മന്ത്രി പറഞ്ഞു. ലക്ഷ്യം പൂർത്തിയായതിനാലാണ് ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത്. പാകിസ്ഥാൻ DGMO വെടിനിർത്തലിനായി അപേക്ഷിച്ചതിനാലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. കുറെ കാര്യങ്ങൾ പറഞ്ഞ പ്രതിരോധ മന്ത്രി പഹൽഗാമിൽ എങ്ങനെയാണ് ഭീകരരെത്തിയതെന്ന് പറഞ്ഞില്ലെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ഗൌരവ് ഗൊഗോയ് ആരോപിച്ചു. 100 ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഭീകരരെ പിടികൂടിയില്ലെന്നും ഗൌരവ് ഗൊഗോയ് ചോദിച്ചു. जब भारतीय वायुसेना ने पाकिस्तान की मल्टीपल एयरफील्ड पर करारा प्रहार किया तो पाकिस्तान ने हार मान ली है अध्यक्ष महोदय, और हॉस्टिलिटी रोकने की कोशिश की. अब रोक दीजिए महाराज. उन्होंने एक कोशिश की, हमारे DGMO से बात की, महाराज अब रोक दीजिए, बहुत हो गया. यह पेशकश इस कैबिनेट के साथ स्वीकार की गई. हम आदरणीय प्रधानमंत्री मोदी जी से जानना चाहते थे, अगर पाकिस्तान वाकई में अपने घुटने टिकने के लिए तैयार था तो आपने क्यों रुका, आप क्यों रुके और किसके सामने आप झुके, किसके सामने आपने सरेंडर किया, किसके सामने आपने सरेंडर किया? ധനസുബോധ് ചേരുന്നു. ധനസുബോധ്, വെടിനിർത്തലിൽ മോദിയെ കേന്ദ്ര സർക്കാർ തള്ളുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കേന്ദ്രത്തിന് ഉത്തരമില്ല. പഹൽഗാം വിഷയത്തിലെ ചർച്ച അവസാനിച്ചു. പഹൽഗാം ചർച്ച ഇപ്പോഴും 4 മണിക്കൂർ പിന്നിട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദീപേന്ദ്ര ഹൂഡ, കോൺഗ്രസിന്റെ ദീപേന്ദ്ര ഹൂഡയാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ഈ BJPയെ പ്രതിരോധത്തിലാക്കുന്ന വലിയ വാദങ്ങളാണ് കോൺഗ്രസ് MPമാർ മുന്നോട്ട് വെക്കുന്നത്. ഈ പഹൽഗാം ആക്രമണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, മാത്രമല്ല ഈ സുരക്ഷിതമായി എങ്ങനെയാണ് ഈ പഹൽഗാമിൽ ഈ ഭീകരർ എത്തിച്ചേർന്നത്, അതിനുശേഷം അവർ എങ്ങോട്ടാണ് കടന്നു കളഞ്ഞത്, ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. മാത്രമല്ല സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ സംസാരിച്ചപ്പോഴും തൃണമൂൽ പാർട്ടി സംസാരിച്ചപ്പോഴും അവർ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ട്രംപിന്റെ വാദഗതികളായിരുന്നു. എന്തുകൊണ്ട് ഇതിനൊരു കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തത്സമയം കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ ചർച്ചയിൽ തുടക്കത്തിൽ തന്നെ സംസാരിച്ച രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഒരു മധ്യസ്ഥ ശ്രമം ഉണ്ടായിരുന്നില്ല, മറിച്ച് ഇന്ത്യ തന്നെയാണ് ഈ പ്രശ്നം അവസാനിപ്പിച്ചത്. ഈ പ്രശ്നം സംഘർഷം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയോട് അപേക്ഷിക്കുകയായിരുന്നു. കാര്യം പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ പല സ്ഥലങ്ങളും ഇന്ത്യ ബോംബിട്ട് തകർത്തിരുന്നു, ഇന്ത്യ മിസൈലുകൾ അയച്ച് തകർത്തിരുന്നു. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങോട്ട് അപേക്ഷിച്ചത്. പക്ഷേ ഇപ്പോഴും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്, അല്ലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു എന്നാണ്. പാകിസ്ഥാന് ഉണ്ടായ നാശനഷ്ടങ്ങൾ എന്തുകൊണ്ട് പ്രതിപക്ഷം കാണുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ചർച്ച ഇപ്പോഴും തുടർന്നു പോവുകയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സഭയിലെത്തിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ സംസാരിക്കും. 7:30 വിദേശകാര്യമന്ത്രി S ജയശങ്കറും സംസാരിക്കും. നാളെ ചർച്ച രാജ്യസഭയിൽ സംസാരിക്കുന്നതിന് തുടക്കമിടുന്നത് അമിത്ഷാ ആയിരിക്കും എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുതുതായി പങ്കുവയ്ക്കാൻ രാജ്യസഭയിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, ധനസുബോധ്.